പാഠം 864 പാഴിലായ പരാക്രമങ്ങൾ. മോനേട്ടാ, ആഫീസിലേക്കൊന്നും പോകുന്നില്ലേ? രാവിലെ തുടങ്ങി എഴുത്താണല്ലോ. നാളെ ഒരു ദിവസം കൂടി ഉള്ളൂ, അതിനുമ്പ് തീർത്തേ പറ്റൂ. ഇതെല്ലാം കൂടി എടുത്ത് ആഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാഞ്ചന സ്വയംവരമയോട് സഹായിക്കില്ലായിരുന്നു. ആഫീസിൽ വേറെ 1000 തിരക്കുകളില്ലേ, അതിനിടയിൽ ഇതും കൂടി ആയാൽ അവിടെ ഒന്നും നടക്കില്ല. സത്യം പറഞ്ഞ എന്റെ മോഹനേട്ടനെ സമ്മതിക്കണം. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ ആഫീസിലെ ജോലി. അത് കഴിഞ്ഞ് ആകെ ജോലി ചെയ്യാതിരിക്കുന്നത് ആ ഉച്ച നേരത്തെ 1/2 മണിക്കൂറാണ്. അതിനിടയിലൂടെ താലൂക്ക് ഓഫീസിലേക്കും കളക്ടറേറ്റിലേക്കും കൊടുക്കാനുള്ള 100 റിപ്പോർട്ടുകൾ വേറെ. ഇതിനിടയിൽ നാട്ടുകാരുടെ സ്ഥലം വളക്കലും തർക്കം തീർക്കലും. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമൊന്നുമല്ല. കൃത്യമായി ജോലി ചെയ്യാൻ സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. ആ ശമ്പളം വാങ്ങുന്നിടത്തോളം കാലം ജോലി ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. പിന്നെ നാട്ടുകാരെ സഹായിക്കുന്ന കാര്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഞാനൊരു സാമൂഹിക ജീവി കൂടിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനത് ചെയ്തിരിക്കും. അതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം സാധിക്കാനായി മോഹനേട്ടനെ ചിരിച്ചു കാണിച്ചു പുകഴ്ത്തി പറയുന്ന ആളുകളുടെ ഒന്നും ഉദ്ദേശം അത്ര നല്ലതായിരിക്കണമെന്നില്ല. കാര്യം സാധിച്ചു കഴിയുമ്പോ അവരൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നും കൂടിയില്ല. പ്രതിഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യണമെന്നാണ് ശ്രീബുദ്ധനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, അതിനുള്ള ഫലം കിട്ടേണ്ട സമയത്ത് കിട്ടിക്കൊള്ളും. അപ്പൊ മോഹനേട്ടൻ ഒരു കാര്യം ചെയ്യേ, മോഹനേട്ടൻ ഇവിടെ ഇരുന്ന് പ്രതിഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്തോളൂ. ഞാൻ അടുക്കളയിൽ പോയി പ്രതിഫലേച്ഛ ഇല്ലാതെ അടുക്കളപ്പണി ചെയ്യാം. അങ്ങനെ പ്രതിഫലേച്ഛ ഇല്ലാതെ അടുക്കളപ്പണി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കഴിക്കാൻ വല്ലതുണ്ടാവുക. ഹലോ, മോഹനകൃഷ്ണ സാറിന്റെ വീടല്ലേ? അതെ, ആരാ? എന്റെ പേര് സദാശിവൻ. ആ, സാറിന് എന്നെ അറിയാം. ഞാനിന്ന് വില്ലേജ് ഓഫീസിൽ വരുന്ന സാറിനോട് പറഞ്ഞിരുന്നു. ഓ, സാർ എത്ര മണിക്ക് ഓഫീസിൽ എത്തുന്നതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. മോഹനേട്ടനെ പരിചയമുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടാവോ? മോഹനേട്ടൻ കൃത്യം 9:38 ഇവിടെ നിന്ന് ഇറങ്ങും. 9:55 ഓഫീസിലും എത്തും. ശരി, ഞാൻ മോഹനേട്ടനെ വിളിക്കാം. വേണ്ട, സാറ് എപ്പോഴാ എത്തുന്നതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് 11 മണിക്കും 12 മണിക്കും ഒക്കെ ആണല്ലോ വരുന്നത്. മോഹനേട്ടൻ അങ്ങനെയല്ല. എനിക്കറിയാം, എന്നാലും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. ശരി. മോഹനേട്ടന്റെ കൃത്യനിഷ്ഠയെ പറ്റി അറിയാത്ത ഒരാൾ ഈ കാന്തല്ലൂരിലോ? മഹാത്ഭുതം തന്നെ. മോനേട്ടാ, മോനേട്ടനായിരുന്നു ഫോൺ. ആരായിരുന്നു? പേര് പറഞ്ഞ മോനേട്ടൻ അറിയുന്നു പറഞ്ഞു. ഒരു സദാശിവൻ എന്നാ പറഞ്ഞത്. മോഹനേട്ടൻ എപ്പോഴാ ഓഫീസിൽ എത്തുന്നതെന്ന് ചോദിച്ചു. ഞാൻ കൃത്യസമയം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയാൾ ഓഫീസിലേക്ക് വന്നോളാന്ന് പറഞ്ഞു. ഈശ്വര, ഇന്ന് 21-ാം തീയതിയാണല്ലേ? സത്യം പറഞ്ഞ സദാശിവൻ ചേട്ടന് സമ്മതിക്കണം. ഈ നാട്ടില് വേറെ ആര് വിചാരിച്ചാലും ഇതൊന്നും നടക്കില്ല. അത് സത്യ. ലക്ഷക്കണക്കിന് രൂപ കയ്യിലുള്ളവർ പോലും ഇതേപോലൊരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടില്ല. അപ്പോഴാ സദാശിവൻ ചേട്ടനെ പോലൊരാള്. ഞാൻ ഇന്ന് രാവിലെ കണ്ടപ്പോ സദാശിവൻ ചേട്ടനോട് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അപ്പൊ സദാശിവൻ ചേട്ടൻ പറയുക, ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച പിന്നെ അതിന്റെ പുറകെ പോകലാണ് സദാശിവൻ ചേട്ടന്റെ സ്വഭാവം. എന്താ പ്രൊഫസറെ വലിയ ചർച്ച? നമ്മുടെ സദാശിവൻ ചേട്ടന്റെ ക്ലബ്ബുകാരെ ഒരു സമൂഹ വിവാഹം നടത്താൻ പോകുന്നതിന്റെ കാര്യം പറയായിരുന്നു. 10 പെൺകുട്ടികളുടെ വിവാഹം അവര് നടത്തി കൊടുക്കാൻ പോകുന്നു. 10 പെൺകുട്ടികളുടെ? അതൊക്കെ ഒരുപാട് പൈസയല്ലേ ഉള്ള കാര്യമല്ലേ? പിന്നല്ലേ, എല്ലാവർക്കും 5 പവന്റെ സ്വർണവും കൊടുക്കുന്നുണ്ട്. 50 പവൻ എന്ന് പറയുമ്പോ രൂപ 10 ലക്ഷമെങ്കിലും വേണ്ടി വരില്ലേ?
ആ കാഞ്ചനെ, എന്താണ് സ്വർണ്ണ കച്ചവടത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? ജോലിയൊന്നുമില്ലേ? അത് സർ ഞങ്ങള് സദാശിവൻ ചേട്ടനെ പറ്റി പറയായിരുന്നു. ചേട്ടന്റെ ക്ലബ്ബുകാർ അടുത്ത മാസം 10 പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് അത് വലിയ സംഭവമാണ് സാറേ. ആ, നാട്ടുകാർ മുഴുവൻ അന്തം വിട്ടിരിക്കുക അവര് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. 10 കല്യാണത്തിന്റെ സകല ചെലവും അവര് തന്നെയാ വഹിക്കുന്നത്. അതൊരു ചെറിയ കാര്യമാണോ സർ? സത്യം പറഞ്ഞ സദാശിവൻ ചേട്ടനെ പോലുള്ള ആളുകളുള്ളതാ നമ്മുടെ നാടിന്റെ ഭാഗ്യം. ആണുങ്ങളായ അങ്ങനെ തന്നെ വേണം. പിന്നെ അല്ലാതെ. ഞാൻ ഇന്നലെ പ്രഹ്ലാദൻ ചേട്ടനോട് പറഞ്ഞു, വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് മേനി പറഞ്ഞു നടക്കാതെ സമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണോ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി ജോലി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സാമൂഹിക സേവനമാണ്. അത് കാഞ്ചനയ്ക്ക് അറിയാമോ? അല്ല, അത് നമ്മുടെ ജോലിയല്ലേ സർ? അതുകൊണ്ട് ഇവിടെ വരുന്ന പൊതുജനങ്ങളോട് സ്നേഹത്തോടും ബഹുമാനത്തോടും ഇടപെടുകയും ഓരോരുത്തരുടെയും ന്യായമായ ആവശ്യങ്ങൾ പറ്റുന്നിടത്തോളം പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അതൊരു നന്മയല്ലേ? ആ നന്മ ചെയ്യാൻ അവസരമുള്ള നിങ്ങൾ അത് ചെയ്യാതെ മറ്റുള്ളവരെ പറ്റി വർത്തമാനം പറഞ്ഞ് സമയം കളയുന്നു. സാർ എന്തൊക്കെ പറഞ്ഞാലും സദാശിവൻ ചേട്ടൻ ചെയ്യുന്നത് വലിയൊരു മഹാകാര്യം തന്നെയാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇതിനു മാത്രം പുകഴ്ത്തപ്പെടേണ്ട കാരണമൊന്നും ഞാൻ കാണുന്നില്ല. സാർ നമസ്കാരം സാർ. ഇതാ സദാശിവനോ? ഞങ്ങൾ സദാശിവനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ പറ്റിയോ? എന്നെ പറ്റി എന്തു പറയാൻ? അല്ല സദാശിവൻ ചേട്ടാ, നിങ്ങൾ നടത്താൻ പോകുന്ന സമൂഹ വിവാഹം വലിയൊരു സംഭവമാണെന്ന് ഞാൻ പറയായിരുന്നു. അപ്പൊ മോഹൻ സാർ പറയാണ്. ഇതൊക്കെ എന്ത് സംഭവം? സത്യം പറഞ്ഞ ഞങ്ങൾ ചെയ്യുന്നതൊന്നുമല്ല, ഈ മോഹനകൃഷ്ണ സാറ് ചെയ്യുന്നതാ ശരിക്കും സാമൂഹ്യ സേവനം. ഞങ്ങൾ വെറും 10 പെൺകുട്ടികളുടെ കാര്യം നോക്കുന്നുള്ളൂ. സാറോ ഈ വില്ലേജിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ എത്രയോ പ്രശ്നങ്ങളാ സാറ് നോക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞങ്ങൾ ചെയ്യുന്നത് എത്രയോ നിസ്സാരം. മോഹനകൃഷ്ണ സാറ് വില്ലേജ് ഓഫീസറായി പിന്നെ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? മോഹനകൃഷ്ണ സാറ് സഹായിക്കാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? അതൊക്കെ എന്റെ ജോലിയല്ലേ സദാശിവ. എന്തായാലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അതിന് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. എന്ത് സഹായം വേണമെങ്കിലും സദാശിവനോട് ചോദിക്കാം, ഞാനത് ചെയ്തു തന്നിരിക്കും. സാറ് പറഞ്ഞത് കേട്ടല്ലോ സാർ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നത്. സാറിനോട് ചോദിച്ചാൽ സാറ് ചെയ്തു തരുന്ന ക്ലബിലെ എല്ലാവരും പറഞ്ഞത്. ചോദിക്കൂ. ഇനിയിപ്പോ ഞാൻ ചടങ്ങിന് വരണമെന്നാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഞാൻ വന്നിരിക്കും. സാർ തീർച്ചയായും വരണം. പിന്നെ ഒരുപാട് പണച്ചിലവുള്ള കാര്യമാണെന്ന് സാറിന് അറിയാലോ. സാർ ഒരു 5000 രൂപ സംഭാവനയായി തരണം. 21-ാം തീയതി വൈകിട്ട് വരെയാണ് സംഭാവന സ്വീകരിക്കുന്ന സമയം. അതിനുമുമ്പ് സാർ പണം തരണം. അല്ല, പൈസ ഞാൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കോളാം. 21-ാം തീയതി രാവിലെ ഞാൻ ഇവിടെ വന്ന് പണം വാങ്ങിക്കോളാം. സദാശിവൻ ചേട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. മോഹനേട്ട് സാർ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. 21-ാം തീയതി രാവിലെ സദാശിവൻ ചേട്ടൻ വന്നാ മതി. പിന്നെ ഇത്തിരി പിശുക്കൊക്കെ ഉണ്ടെങ്കിലും നാട്ടിലൊരു നന്മ വരുന്നതിൽ 5000 രൂപ തരാൻ സാറിനൊരു പ്രശ്നമേ അല്ല. അല്ലേ സാറ്? സദാശിവം വന്നാ മതി, സാറ് പൈസ തരും, ഉറപ്പാ. സദാശിവൻ ആഫീസിൽ വന്നാൽ 5000 രൂപ കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ല. എന്താ ചെയ്യുക? ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ.
അമ്മേ ഉം? എനിക്ക് ഒരു തലവേദന. അന്ന് ആഫീസിൽ പോണ്ടെന്ന് വെച്ചാലോ? അതെന്താ പെട്ടെന്ന്? 10 മിനിറ്റ് മുന്നേ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തലവേദന മുൻകൂട്ടി പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. അത് വരുമ്പോ അങ്ങ് വരും. ശോ, എന്നാലും ഓഫീസിൽ പോകുന്നില്ലെന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ അത് നല്ല തലവേദനയാന്ന് ഉറപ്പല്ലേ? എന്തു പറ്റി ഇപ്പൊ ഇങ്ങനെ വരാൻ? ആ, ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? പനിക്കുന്നൊന്നുമില്ല. പക്ഷെ ചൂട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല മോനേട്ടാ. മഴക്കാലമല്ലേ, ആർക്ക് എപ്പോ വേണേലും പനി വരാം. ഉള്ളി പനിയുണ്ടെങ്കിൽ തൊട്ട് നോക്കി നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ആശുപത്രി പോവാം. എന്തിന്? ഒരു പനി വരുമ്പോഴേക്കും ആശുപത്രി പോയിരുന്നാ പിന്നെ അതിനല്ലേ നേരമുള്ളൂ. ഇന്നൊരു ദിവസം ശരിക്കും വിശ്രമിച്ച പനി അങ്ങ് മാറിപ്പോയിക്കോളൂ. ഇങ്ങനെ പറയല്ലേ മോനേട്ടാ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ലീവ് എടുക്കുന്ന ആളല്ലല്ലോ മോനട്ടൻ. ആ മോനട്ടൻ ആഫീസിൽ പോകുന്നില്ല എന്ന് പറയുമ്പോ തന്നെ ഉറപ്പുള്ള കാര്യമല്ലേ നല്ല ക്ഷീണുണ്ടെന്ന്. ഞാനൊരു ഓട്ടോ വിളിക്കാം. നേരെ ആശുപത്രിയിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ഒരു ചെറിയ ഇഞ്ചക്ഷൻ, അതോടെ പ്രശ്നം തീർന്നു. അതൊന്നും ശരിയാവില്ല. അങ്ങനെ ആശുപത്രി പോയി അവര് സകല പരിശോധന നടത്തിക്കളെ, എന്നിട്ട് ഇല്ലാത്ത അസുഖങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയും. പിന്നെ അതിന്റെ പേരിൽ മരുന്നും കുത്തിവെക്കും. നിനക്കറിയാമോ, അസുഖം മാറാൻ ആശുപത്രിയിൽ പോകുന്ന നമ്മൾ അസുഖം മാറി തിരിച്ചു വരുമ്പോഴേക്കും പുതിയ പുതിയ പല പല അസുഖങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. ആശുപത്രി ഒന്നും പോണ്ട, ഒരൊറ്റ ദിവസം, നാളെ ആകുമ്പോ എല്ലാം ശരിയായിക്കോളും. ഹലോ. ആ ശിശുപാല, ഞാനാ. എന്താ സാർ? എനിക്ക് നല്ല പനിയാ, ഞാൻ ആഫീസിൽ വരുന്നില്ല. അയ്യോ, പനിയോ? ഒരു പനിന്ന് കേൾക്കുമ്പോ ഇത്ര ഞെട്ടേണ്ട കാര്യം എന്താ? ശിശുപാലിന് പനി വന്നിട്ടില്ലേ? ഉണ്ട് സാർ. ആ, പിന്നെ ആഫീസിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കാൻ കാഞ്ചനോട് പറയണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, അല്ലാതെ തോന്നും പോലെ ഓരോന്ന് ഒപ്പിച്ചു വെക്കരുതെന്ന് പറയണം. പറയാം സാർ. ആ, പിന്നെ എന്നെ കാണാനായി സദാശിവൻ എന്ന ആൾ വരും. അയാൾ വരുമ്പോ ഞാൻ ലീവാണെന്ന് പറഞ്ഞാൽ മതി. അത് പറയാം സാർ. ആ, പിന്നെ ഞാൻ പനി പിടിച്ച് വീട്ടിൽ ഇരിക്കാനെന്ന് പറയണ്ട. അങ്ങനെ പറഞ്ഞാ അയാളെ ഇങ്ങോട്ട് കിട്ടിയെടുക്കും. ഓ, ഈ പനി പിടിച്ചിരിക്കുമ്പോ എനിക്ക് നാട്ടുകാരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ തിരുവനന്തപുരത്തെല്ലാം പോയി പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെ പറയാം സാർ. ആ, തഹസിൽദാരെ ഞാൻ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞോളാം. ഓ, ആ, പിന്നെ വില്ലേജ് ഓഫീസിൽ വരുന്നവരുടെ അപേക്ഷകൾ വാങ്ങി വെക്കുകയേ ചെയ്യാവൂ. ചാടി വലിച്ച് എന്തെങ്കിലും ചെയ്ത് കളയരുത്. ഇല്ല സാർ. ആ, പിന്നെ ഞാനില്ല എന്ന് കരുതി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വല്ല കൈക്കൂലി എങ്ങാനും വാങ്ങിച്ചാൽ കാഞ്ചനയും സ്വയംപ്രഭയും ശിശുപാലനും ഒക്കെ വിവരം അറിയും. അങ്ങനെയൊന്നും വാങ്ങില്ല സാർ. അപ്പൊ ശരി. എന്റെ മോഹനേട്ടാ, ഒരു ദിവസം മോഹനേട്ടൻ ആഫീസ് ചെന്നില്ലെങ്കിൽ ആഫീസ് പാതാളത്തിലേക്ക് താന്നു പോകുന്ന ഒരു ധാരണ മോഹനേട്ടനുണ്ട്. കേരളത്തിലെ 1600 വില്ലേജ് ആഫീസുകളിൽ ഒരു വില്ലേജ് ആഫീസ് മാത്രമല്ല ഈ കാന്തല്ലൂർ വില്ലേജ്. ബാക്കി 1599 അടുത്ത് മോഹനേട്ടൻ ഇല്ലാത്തതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? ശരി, ആയിക്കോട്ടെ. ആഫീസിൽ പോകാതെ ഇവിടെ ഇരിക്കാൻ എന്തായാലും തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോയാലോ? അത് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ. ശരി, അതും വേണ്ട. അങ്ങനെയാണെങ്കിൽ പനിക്കുള്ള ഗുളിക ഇവിടെ ഇരിപ്പുണ്ട്, അതോടെ നമുക്ക് കഴിക്കാം. ഗുളിക കഴിക്കേണ്ടത് ഡോക്ടർ പറയുമ്പോഴാണ്. നീ ഡോക്ടറാണോ? അല്ലല്ലോ, വക്കീലല്ലേ? അപ്പൊ അസുഖം എന്താന്ന് തീരുമാനിക്കുന്നു ഡോക്ടർ അല്ലേ, വില്ലേജ് ഓഫീസർ അല്ലല്ലോ. എനിക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് എന്നെ പുറകെ നടക്കുന്നത്? അസുഖമുള്ളവർക്ക് വിശ്രമമാണോ സമ്മതിക്കില്ല സാറേ? അസുഖമുള്ളവർക്ക് വിശ്രമമാണോ ആവശ്യം? മോഹനേട്ടൻ അകത്ത് പോയി കടന്നു, ഉത്തമനടുത്ത് ഞാൻ സംസാരിച്ചോളാം. അങ്ങനെ സംസാരിക്കാൻ പോലും വയ്യാത്ത തരത്തിലുള്ള അവശതയൊന്നും എനിക്കില്ല. അറിയാം. നമസ്കാരമാണ് സാർ. പിന്നെ ഇന്ന് രാവിലെ ആഫീസിൽ പോകുന്നതിന് മുമ്പ് പുരുഷോത്തമ സാറിന്റെ സ്ഥലം നോക്കാൻ വരാമെന്ന് സാർ നേരത്തെ പറഞ്ഞിരുന്നു. എത്ര മണിക്കാണ് സാറിന് സൗകര്യം കിട്ടുമെന്നുള്ള പുരുഷോത്തമ സാർ എന്റെ അടുത്ത് ചോദിച്ചു. പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ പറയാം.
ഉത്തമ, മോഹനേട്ടൻ നല്ല പനിയാ. ഇന്നൊരു ദിവസം മുന്നേ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതെന്താണ് സാറേ പെട്ടെന്നൊരു പനി? പനി പതുക്കെ പതുക്കെയാണ് വരുന്നത്. ആരാ പറഞ്ഞത്? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കാലത്തെ പനിയല്ലേ, പലതരം പനികളുണ്ട് സാറേ. ഡെങ്കിപ്പനി, പക്ഷിപ്പനി, തക്കാളിപ്പനി, ചിക്കൻ കുനിയ, അങ്ങനെ പലതരം സാധനങ്ങളല്ലേ ഇറങ്ങിയിരിക്കുന്നത്. ഓരോന്ന് വരുന്നത് ഓരോ രീതിയിലുമാണ്. ഇത് ഡെങ്കിപ്പനിയും ചിക്കൻ കുനിയും അല്ല, ഇതൊരു സാധാരണ പനിയാ. അത് ആശുപത്രി പോലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഉത്തമ, ഞാനിത് പറഞ്ഞപ്പോ എന്റെ മെക്കിട്ട് കയറാൻ വന്നു. ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത സൂക്കേടുകൾ ഉണ്ടാവുന്നു. സാറേ 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 അങ്ങനെ പറയല്ലേ. നമ്മുടെ തെക്കേപ്പാടത്തെ രാധാകൃഷ്ണന് ഇതുപോലൊരു പനി വന്നപ്പോ മൈൻഡ് ചെയ്തിരുന്നാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ട് പനി പോവാത്തതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ഗുളിക വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് പനി മാറിയില്ല. അവസാനം 7-ാം ദിവസം എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോ ആളെ ആംബുലൻസ് പിടിച്ച് ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. അവിടെ ചെന്നപ്പോ എന്താ സംഗതി? എന്താണ്? കിഡ്നി വരെ തകരാറിലാണ്. 15-ാമത്തെ ദിവസം ആള് മരിച്ചുപോയി. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം സാറേ, അതെ, ഈ പനി എന്ന് പറയുന്ന സാധനെ നമുക്കങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു വരികയായിരുന്നു ഞാൻ. സാർ മരുന്ന് വരില്ലോ കഴിച്ചാ? ഇല്ല ഉത്തമ, പനിക്കുള്ള ഗുളികയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം അതൊന്നും കഴിക്കാൻ പാടില്ല എന്നാണല്ലോ മോഹനേട്ടന്റെ ശാസ്ത്രം. ഇന്നൊരു ദിവസം ഓഫീസിൽ പോയിരുന്ന എന്റെ സകല പ്രശ്നം തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്തിനാ വലിച്ചുവാരി ഗുളിക മരുന്ന് കഴിക്കുന്നേ? ഉത്തമ, പനി മാറുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ സ്ഥലമടക്കം വരുമെന്ന് പുരുഷോത്തമ സാറിനോട് പറഞ്ഞേക്ക്. ഓ ശരി, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഉച്ച കഴിഞ്ഞ സ്ഥലം നോക്കാൻ പോയത് തന്നെ. മോഹനേട്ടൻ സ്വഭാവം ഉത്തമൻ അറിയാലോ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആഫീസിൽ പോകേണ്ടതായിരുന്നു മോഹനേട്ടൻ. ആ മോഹനേട്ടൻ ആഫീസിൽ പോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആൾക്കൊട്ടും വയ്യെന്ന്. ശരിയാണ്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെ, ഞാൻ പറഞ്ഞിങ്ങ് വരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്താ മോഹനേട്ടൻ ഉദ്ദേശം? എന്തുദ്ദേശം? ഉച്ച കഴിയുമ്പോ പുരുഷോത്തമ സാറിന്റെ സ്ഥലം നോക്കാൻ പോകാനാണോ പരിപാടിന്ന്? കുറച്ചു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളിൽ നാട്ടുകാരെ സഹായിക്കാൻ പോയിട്ട് ഒടുവിൽ പനി കൂടിയിട്ടുണ്ടെങ്കിൽ നഷ്ടം മോഹനേട്ടനെ ആയിരിക്കുവേ. പനി കൂടി മോഹനേട്ടൻ ആശുപത്രി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പോലും വരില്ല ഈ പുരുഷോത്തമ സാറൊന്നും. എനിക്ക് പനി കൂടാതെ നോക്കാൻ എനിക്കറിയാം. പ്രതിഫലേച്ച കൂടാതെ കർമ്മം ചെയ്ത് ഒടുവിൽ പ്രതിഫലമായിട്ട് കിട്ടുന്നത് ഡെങ്കിപ്പനി ആയിരിക്കും. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കാതെ പോയി പത്രം എടുത്തോണ്ടാ. പത്രം ഒരു പ്രാവശ്യം വായിച്ചല്ലായിരുന്നു? വെറുതെ ഇരിക്കുന്നത് എങ്ങനെ? ചിലപ്പോ വായിക്കാത്ത വാർത്തകളും കാണും, അത് വായിക്കാലോ. ഈശ്വര, എന്നാലും സദാശിവം കാരണം എന്റെ ഒരു ലീവ് പോയല്ലോ. കാഞ്ചനയും സ്വയം പ്രവേശിച്ചുപാലനും കൂടി ആഫീസ് മുടിക്കുണ്ടോ? കാഞ്ചന സാറും സ്വയംപ്രഭ സാറും കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. രണ്ടുപേർക്കും സുഖം തന്നെ അല്ലേ? ശിശുപാലൻ ചേട്ടൻ എന്താ താമസിച്ചത്? മോഹനേട്ടൻ സാർ വരാത്തത് ശിശുപാലൻ ചേട്ടന്റെ ഭാഗ്യം. വന്നിരുന്നെങ്കിലേ വിവരം അറിഞ്ഞനെ. മോഹനേഷൻ സാറ് വരില്ല എന്ന് എനിക്കറിയാലോ, അതല്ലേ ഞാൻ വൈകിയത്. അതെന്ത് പറ്റി? സാർ താലൂക്ക് ഓഫീസിൽ എങ്ങാനും പോയോ? അതൊന്നും അല്ല, സാറിന് ഭയങ്കര പനി. ആണോ? എന്നെ കുറച്ചുമ്പ് ഫോൺ ചെയ്താ സാറ് കാര്യം പറഞ്ഞേ. സാറ് വരില്ല എന്ന് പറഞ്ഞ ഉടനെ ഞാൻ നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ആ ബില്ലടച്ചു. ഉച്ച സമയത്ത് പോവാന്ന് വെച്ചാലേ ഭയങ്കര മെനക്കെടാണെന്ന്. അതുകൊള്ളാം. ഈ വിവരം ശിശുപാലൻ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആശുപത്രി കിടക്കുന്ന ചെറിയച്ഛനെ കൂടി കണ്ടിട്ടേ വരുവുള്ളായിരുന്നു. ഞാൻ ആലോചിക്കുന്ന അതല്ല, ഒരു പനിയുടെ പേരിൽ സാർ ലീവ് എടുക്കോ? നല്ല പനിയായിരിക്കും. സാറേ, ഞാൻ ആലോചിച്ചിട്ടെ, പ്രശ്നം അതൊന്നും അല്ല. ആ സദാശിവന് സാർ 5000 രൂപ സംഭാവന കൊടുക്കാന്ന് പറഞ്ഞിരുന്ന ഇന്നല്ലേ, അത് കൊടുക്കാൻ മടിച്ചിട്ടാ സാർ ഇന്ന് വരാത്തെന്നാ എനിക്ക് തോന്നുന്നു. സാർ അങ്ങനെ ചെയ്യോ? എന്താ സംശയം? അന്ന് സദാശിവൻ കാര്യം പറഞ്ഞപ്പോ സാറ് പൈസ കൊടുക്കാന്ന് സമ്മതിച്ചിരുന്നല്ലേ. ഇന്ന് സദാശിവൻ കേറി വരുമെന്ന് അറിയാവുന്നത് കൊണ്ടാ സാറ് ലീവ് എടുക്കാൻ തീരുമാനിച്ചേ. സദാശിവൻ വരികയാണെങ്കിലേ സാറ് തിരുവനന്തപുരത്തിന് പോയെന്ന് പറയാൻ എന്നോട് പറഞ്ഞു. അപ്പോ സംഗതി അതാണെന്ന് ഉറപ്പല്ലേ? സംഗതി അത് തന്നെയാണ്. 1 minute. 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 1
ആ ഇതാര് സദാശിവന്? എന്താ സദാശിവ ഇത് വഴിയൊക്കെ? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഏ അടുത്ത മാസത്തെ സമൂഹ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക. ഓ ഓ ഓ ഇവിടെ ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു. ഓ സമൂഹ വിവാഹത്തിന് ക്ഷണിക്കാനായിരിക്കും അല്ലേ? ക്ഷണിക്കുകയും വേണം. ഏ, അല്ല, ഉത്തമന്റെ ഇതെങ്ങോട്ടാ? ഓ നമുക്ക് അങ്ങനെ വല്ലതുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, രാത്രി തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് വരെ അലച്ചിലോട് അലച്ചില്. അതിന്റെ ഇടയിൽ അന്നന്ന് ജീവിക്കാനുള്ള കാശും കൂടെ ഉണ്ടാക്കണ്ടേ. ഇപ്പോ ഞാൻ മോനേട് സാറിനെ ഒന്ന് കണ്ടിട്ട് വരികയാണ്. എനിക്ക് മോഹനകൃഷ്ണ സാറിനെ ഒന്ന് കാണണം. 10 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിൽ ഒന്ന് പോകാനിരിക്കുക. മോനേട് സാറിനെ കാണാൻ ഇന്ന് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു കാര്യമില്ല. സാറ് പനിയായതുകൊണ്ട് വീട്ടിൽ റെസ്റ്റ് ആണ്. ഓ സാറിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ ചെല്ലണം. അത് ശരി. ഞാൻ രാവിലെ ഫോൺ ചെയ്തപ്പോ സാറിന്റെ ഭാര്യ ഫോൺ എടുത്തത്. അവര് പനിയുടെ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. അത് സാറിന് പനി വരുന്നതിന് മുമ്പായിരിക്കും. ഓ ആയിരിക്കും. അല്ല, സാറിന്റെ വീട് എനിക്ക് അറിയില്ലല്ലോ ഉത്തമ. അയ്യോ, അതോർത്ത് സദാശിവം പേടിക്കേണ്ട കാര്യമില്ല. വീടൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓ മോനേട്ടാ, ഒരു കട്ടൻ കാപ്പി എടുക്കട്ടെ? എന്തിനാ കട്ടൻ കാപ്പി വെക്കുന്ന? ഒരു ചായ എടുത്തോളൂ. അയ്യോ, പനിയുള്ളപ്പോ പാൽ ചായ കുടിച്ചൂടാ. പാല് ദഹിക്കാൻ ഭയങ്കര പ്രയാസമുള്ള സാധനമാണെന്ന് മോഹനേട്ടൻ തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത്. നീ എന്നെ ആരോഗ്യശാസ്ത്രം പഠിപ്പിക്കാൻ പോയി ചായ എടുക്കുവാമേ. അതാരാണാവോ? ചിലപ്പോ മോഹനേട്ടന് പനിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. ഞാൻ നോക്കട്ടെ കേട്ടോ. ഹലോ. വക്കീലെ ഞാനാണേ. സാറ് കിടക്കാണ്? അല്ല, പത്രം വെച്ചോണ്ടിരിക്കയാണ്. ഓ, സാറിനെ ഒന്ന് വിളിക്കാവോ? മോനേട്ടാ. അതെ ഉത്തമ, വയ്യാതിരിക്കുന്ന മോഹനേട്ടനെ വിളിച്ച് പുരുഷോത്തമ സാറിന്റെ സ്ഥലം നോക്കാനാണ് ഉത്തമന്റെ പരിപാടിയെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലേ? അയ്യോ, അതൊന്നും അല്ല വക്കീലെ, ഇത് വേറൊരു കാര്യം പറയാനാ. ശരി മോനേട്ടാ. ഉത്തമനാ. ഹലോ. സാറാ, ഞാനാണ് ഉത്തമേ. എന്താ ഉത്തമ? സാറേ, ടൗണിലെ പൗരസമിതിയുടെ പ്രസിഡന്റ് സദാശിവനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടേ. സാറിനെ കാണാൻ 10 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലോട്ട് വരാനിരിക്കായിരുന്നു പറഞ്ഞു. കാര്യം എന്താണെന്ന് ഞാൻ സദാശിവനോട് ചോദിച്ചപ്പോ പറയാണ് അത് സാറും സദാശിവനും തമ്മിലുള്ള ഒരു പേഴ്സണൽ കാര്യമാണെന്ന്. സദാശിവം 10 മണിക്ക് വില്ലേജ് ഓഫീസിലോട്ട് എന്നോട്ടെ. അതിപ്പോ എന്താ കുഴപ്പം? പക്ഷെ സാറിന് പനിയായത് കൊണ്ട് സാർ ഒന്ന് ലീവിലാണല്ലോ. ഞാൻ പറഞ്ഞു സാർ എന്ന് ഓഫീസിലോട്ട് വരില്ല എന്ന്. ഇന്നത്തെ ദിവസം മുഴുവൻ സാർ വീട്ടിൽ കാണും, വീട്ടിൽ ചെന്നാ സാറിനെ കാണാ എന്നും ഞാൻ പറഞ്ഞു. 10:30 മണിയാകുമ്പോ അങ്ങോട്ട് വരൂ സാറേ. ആരോട് ചോദിച്ചിട്ടാ ഉത്തമൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്? അല്ല, സാറല്ലേ പറഞ്ഞു സാർ ഇന്ന് ഓഫീസിൽ പോണില്ല എന്ന്. സാറ് ഞാനൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ്. എനിക്ക് ഉപകാരം ചെയ്യാൻ ഉത്തമൻ ആരാ? മേലിൽ എന്റെ കാര്യങ്ങൾ ഇടപെടുകയോ ആവശ്യമില്ലാത്ത കാര്യം പറയുകയോ ചെയ്താൽ ഉത്തമം വിവരം അറിയും. മോഹനേട്ടാ, എന്താ ഇത്? ഇതിന് മാത്രം ബഹളം ഉണ്ടാക്കാൻ ഇവിടെ ബന്ധമുണ്ടായി? ഉത്തമനം വെച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറ. അയ്യോ, ഉത്തമനോട് പറഞ്ഞോളാം. ഈശ്വര, എന്റെ രൂപ 5000 പോയത് തന്നെ. എന്താ ഒരു വഴി? സദാശിവം വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. എന്റെ അമ്മ എന്താ? എനിക്ക് പനി കൂടി. എനിക്ക് പെട്ടെന്ന് ആശുപത്രി പോണം. നീ പറഞ്ഞ പോലെ ഇനി ഇത് വെച്ചോണ്ട് അപകടമാ. എനിക്കിപ്പോ തന്നെ ആശുപത്രി പോണം. അതാകുമ്പോ ഡോക്ടറെ കണ്ട് ഉച്ചയാകുമ്പോ തിരിച്ചെന്നാ മതിയല്ലോ. കാര്യമായിട്ടാണോ പറയണേ? പിന്നെ തമാശയായിട്ട് ആരെങ്കിലും ആശുപത്രി പോകുന്ന കാര്യം പറയോ? അയ്യോ, എനിക്ക് മോനോട്ട് വാ, ഷർട്ടും കൊണ്ട് ഞാൻ എടുത്തരാം. വാ. ഷർട്ട് മോഹനേട്ടൻ ഇത് ഇടുമ്പോഴേക്കും ഞാനൊരു കട്ടൻ കാപ്പി എടുക്കാം, 2 ഇഡ്ഡലിയും കൂടി. ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാടായിപ്പോ. അല്ല, ചെറിയ പനിക്ക് എന്തിനാ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ചെറിയ പനിയല്ലോ ഇപ്പോ. ചെറിയ പനിയായിരുന്നെങ്കിൽ പണ്ടേ മോഹനയുടെ ഷർട്ട് മുട്ടിട്ട് നേരെ ആഫീസിൽ പോയില്ലായിരുന്നു. ഇതിപ്പോ ആഫീസിൽ പോയില്ല എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ പോവാന്ന് മോഹനേട്ടൻ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു.
പിന്നെങ്ങനെ ചെറിയ പനിയാവും? ഏതായാലും കുത്തിയപ്പൊന്നും വേണ്ട, അല്ല ഗുളിക തന്നാ കഴിക്കാം, അത് മതി. ചികിത്സ തീരുമാനിക്കുന്നത് ഡോക്ടറാണ്, മോഹനേട്ടനല്ല. അസുഖം എന്താണെന്നും അതിനുള്ള മരുന്ന് എന്താണെന്നും വക്കീലും വില്ലേജ് ഓഫീസറും ഇവിടെ ഇരുന്ന് തീരുമാനിക്കുന്നത് ശരിയാണോ? എന്തായാലും മോഹനേട്ടൻ പെടുന്ന ഡ്രസ്സ് മാറ്, ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോയും വിളിക്കാം. ഓട്ടോയൊന്നും വേണ്ട, നടന്നുള്ള ദൂരേ ഉള്ളൂ. നമ്മൾ പോകുന്നത് ആപ്പീസിലേക്കല്ല, ആശുപത്രിയിലേക്കാണ്. ഓ എന്റെ ഈശ്വര, ആശുപത്രി പോകുന്ന നേരത്തെങ്കിലും ഈ പിശുക്കൊന്ന് മാറ്റിയിരുന്നെങ്കില്. ഇനി അവിടെ ചെല്ലുമ്പോ കാശ് ലാഭിക്കാനായിട്ട് മരുന്ന് വേണ്ട, ഗുളിക വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. വേഗം ഡ്രസ്സ് മാറ്, ഇനി സമയം കളി നിൽക്കല്ലേ, പെട്ടെന്നാവട്ടെ. ഹലോ, മോഹനകൃഷ്ണൻ സാറിന്റെ വീടല്ലേ? അതെ. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു, സദാശിവൻ. ആ 10 മണിക്ക് മോഹനേട്ടൻ ആഫീസിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. പക്ഷെ മോഹനേട്ടൻ പെട്ടെന്നൊരു പനി. ഇന്നെന്തായാലും മോഹനേട്ടൻ ഓഫീസിലേക്ക് വരില്ല. അല്ല, ഞാൻ അറിഞ്ഞു. ഞാൻ ഉത്തമനെ കണ്ടിരുന്നു. ഓ, ഉത്തമൻ വീട്ടിലേക്കുള്ള വഴിയും പറഞ്ഞിരുന്നു. അല്ല, സാറിനിപ്പോ എങ്ങനെയുണ്ട്? പനി പിന്നെയും കൂടിയിരിക്കുക. ഞങ്ങൾ ആശുപത്രി പോകാൻ തുടങ്ങായിരുന്നു. അതെയോ? ആ, ഞാൻ 10:30 വന്ന് സാറിനെ കാണാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഉച്ചയാകുമ്പോഴേക്കും ആശുപത്രിയിൽ തിരിച്ചു വരൂ. അയ്യോ അതറിഞ്ഞൂടാ. അത്യാവശ്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ പോകുന്ന ജൂബിലി ഹോസ്പിറ്റലിലേക്കാ. ഒരു 10 മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് വരാമെങ്കിൽ മോഹനേട്ടനെ കാണാം. ഹോസ്പിറ്റലിൽ എനിക്കറിയാം. അപ്പൊ ശരി, 10 മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വന്നോളാം. ശരി. ഉത്തമനൊറ്റ ഒരുത്തനാ ഇതെല്ലാം വരുത്തി വെച്ചത്. ആഹാ, റെഡിയായോ? ഞാൻ കഴിക്കാൻ എടുത്തോക്കട്ടെ. നീ ഇങ്ങനെ എന്റെ പിറകെ കടന്ന് ഓരോന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കഴിക്കാൻ എടുക്കാൻ പോണെന്നല്ലേ നേരത്തെ പറഞ്ഞത്. കഴിക്കാൻ എടുക്കാനല്ലോ പോയത്, ഫോൺ എടുക്കാനല്ലേ പോയത്. അത് കുറച്ചു മുന്നേ വിളിച്ച സദാശിവൻ തന്നെയായിരുന്നു. മോഹനേട്ടന്റെ പനിയാണെന്ന് ഉത്തമൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാനാ വിളിച്ചെന്ന്. അയാൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എനിക്ക് അസുഖമാണെന്ന് പറയുമ്പോ അങ്ങനെ പലരും പലതും പറഞ്ഞിരിക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രി പോ. കാണാൻ വരുന്ന ആളുകൾ നോക്കിട്ടിരിക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ലെന്ന്. നമ്മൾ ആശുപത്രി പോകുന്ന ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു കൃത്യം 10 മണിയാകുമ്പോഴേക്കും അയാളും ആശുപത്രിയിലേക്ക് വന്നോളാം. കാപ്പിയും കഴിച്ച് നമ്മളോട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യം 10 ആകുമ്പോഴേക്കും നമ്മൾ ആശുപത്രി എത്തുമല്ലോ. അപ്പോ സദാശിവൻ ആ സമയമാകുമ്പോ എത്തിക്കോളും. അങ്ങനെയാകുമ്പോ നിങ്ങക്ക് നേരിട്ട് സംസാരിക്കാലോ. എനിക്ക് മനസ്സിലാവത്തോട് ചോദിക്കാം. വഴിയെ പോയ സദാശിവനെ പിടിച്ചു നിർത്തി ഞാൻ വീട്ടിലുണ്ട് എന്ന് ഉത്തമൻ പറഞ്ഞു. ഇവിടെ ഞാൻ ആശുപത്രി പോയാണ്, അങ്ങോട്ട് വന്നോ 10 മണിയാകുമ്പോ വന്നവൻ നീയും പറയുന്നു. എന്നെ നശിപ്പിച്ചാണെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. മോഹനേട്ടൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് ഉത്തമനൊക്കെ എന്തിനാ ഒച്ച വെക്കണേ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ? എനിക്ക് തോന്നുന്നു ചെയ്യാൻ. നീ എന്നെ ഉടക്കി പോ. ഹലോ സാർ, ഞാനാ സദാശിവൻ. വീണ്ടും സദാശിവൻ. സാറിന്റെ പനി എങ്ങനെയുണ്ട്? എന്റെ പനി വളരെ കൂടുതലാ. സൂക്ഷിക്കണം സാർ, ഇക്കാലത്തെ പനി വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതെ, ഇതിപ്പോ ചിക്കൻ ബോക്സിന് തുടക്കമാണോ ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ ആരെയും കാണാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഒരു മുറി കയറി അടച്ചിരുന്നാലെന്ന് ആലോചിച്ചിരിക്കുക. സാർ, ഇപ്പോഴത്തെ കാലത്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. എല്ലാറ്റിനും മരുന്നുണ്ട്. പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാണ്. എനിക്കറിയാം. സാർ പൈസ തരാമെന്ന് സമ്മതിച്ച കാര്യം ഞാൻ കമ്മിറ്റി പറഞ്ഞപ്പോ അവര് പറയുക, മോഹനകൃഷ്ണൻ സാറിനെ പോലൊരാൾ ചടങ്ങിന് വരാമെന്ന് സമ്മതിച്ചു തന്നെ പുണ്യം, സാറിന്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങണ്ടെന്ന്. സാറൊരു വാക്ക് പറഞ്ഞ വാക്കാണല്ലോ. അതുകൊണ്ട് ഞാൻ വരുന്നതും കാത്ത് സാർ പൈസയുമായി ഇരിക്കുമെന്നറിയാം. ആ പൈസ വേണ്ടാന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അല്ല സാർ, ഇനിയിപ്പോ ഇത് പറയാൻ ഞാൻ നേരിട്ട് വരേണ്ട കാര്യമുണ്ടോ സാർ? ആദ്യം വിളിച്ചപ്പോഴേ പറഞ്ഞ എത്ര നന്നായനെ. നേരിട്ട് പറയാമെന്ന് കരുതി. അത് മാത്രമല്ല, ചടങ്ങിന് സാറിന് ഒന്നുകൂടി വിളിക്കണമല്ലോ. ഞാൻ വന്നോളാം.
ശരി സാർ. ഓക്കെ സാർ. ആ ശരി. ആരായിരുന്നു മോനേട്ടാ? അത് സദാ അതാരും ആയിക്കോട്ടെ, നീ കഴിക്കടുത്ത് നോക്കി. അല്ല, കഴിക്കാൻ എടുക്കുന്നതിന് മുന്നേ ആ ഭാസ്കരനെ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു കഴിയുമ്പോഴേക്കും അയാൾ ഓട്ടോ ആയിട്ട് വരുമല്ലോ. ഓട്ടോറിക്ഷ എന്തിനാ? ആശുപത്രി പോവാന്. ആശുപത്രിയോ? ഏതാശുപത്രി? എന്നെ പിന്നേക്ക് മാറി. പനി മാറിയോ? എങ്ങനെ? അപ്പോ പനി മാറി എങ്ങനെ ഞാൻ എങ്ങനെ അറിയാനാ? പനി മാറി അത്ര തന്നെ. എനിക്ക് ഓഫീസിൽ പോണം. മണി 10 കഴിഞ്ഞു. അത് കുഴപ്പമില്ല, എനിക്ക് എന്തായാലും ഓഫീസിൽ പോയാൽ പറ്റൂ. ഒരു ദിവസം ലീവ് കൊള്ളാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് മോണിറ്റർ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? 8 വരെ മോണിറ്റർ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ പനി വന്നു. ആശുപത്രി പോകാന്ന് ഞാൻ പറഞ്ഞപ്പോ അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അങ്ങ് പനി കൂടി ആശുപത്രി പോണെന്ന് പറഞ്ഞു. ദാ ഇപ്പൊ പറയുന്നു പനി മാറിയെന്ന്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് നേരമില്ല. വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോ പറഞ്ഞു. എന്തോ ഭയങ്കര കള്ളത്തരമാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ പനി വന്നതേ ഇല്ല? ഇല്ല. ഒരു 5000 രൂപ പോകാതിരിക്കാൻ ഞാൻ വരുത്തിയ പനിയായിരുന്നു അത്. 5000 രൂപ രക്ഷപ്പെട്ട പനിയും പോയി. ബാക്കി കഥ ഞാൻ വൈകിട്ട് പറഞ്ഞുതരാം. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വെറുതെ കൈവിട്ട് പോകുന്നത് മോഹനകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണ്. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വെറുതെ കൈവിട്ട് പോകുന്നത് മോഹനകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണ്. 5000 രൂപ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ കാണിച്ചുകൂട്ടിയ പരാക്രമങ്ങളുടെ കഥ വില്ലേജ് ഓഫീസർ വക്കീലിന് പറഞ്ഞുകൊടുത്തുകൊള്ളും എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.